പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒലിങ്കരയിലെ ലൈഫ് ഫ്ലാറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ്. അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് അന്ന് പ്രതിപക്ഷത്തെ നയിച്ചിരുന്ന പച്ചേരി ഫാറൂഖ് ആണെന്ന് ഈ ഫ്ലാറ്റ് വിഷയത്തിൽ അവിടുത്തെ ആളുകളുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചത്, അതിൽ ഇടപെടൽ നടത്തിയത്, അതുപോലെ സർവീസ് ബാങ്ക് തുടങ്ങിയ ഇതിൽ കൂടി എന്തെങ്കിലുമൊക്കെ അവിടെ സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പച്ചേരി ഫാറൂഖ്. ഇപ്പോഴും ആ ഫ്ലാറ്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവരുടെ ജീവിതം നേരിട്ട് പോയി കണ്ടാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും പരിതാപകരമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം ഈ UDFന്റെ കൗൺസിൽ കാലമാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പെരുന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ഇപ്പോൾ 18-ാം വാർഡിലെ ഫ്ലാറ്റ് സമുച്ചയം എന്ന് മുഹമ്മദ് സലീമിന്റെ കാലത്താണ് അത് തുടക്കം കുറിച്ച് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്, അതൊരു മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു ഫ്ലാറ്റാണ്. അവിടെ ഏകദേശം 300ഓളം കുടുംബങ്ങൾ ഇപ്പോൾ താമസം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 300ഓളം കുടുംബങ്ങൾക്ക് താമസിക്കുമ്പോൾ അതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരുക്കി കൊടുക്കാതെയാണ് അന്ന് അതിൻ്റെ കൈമാറ്റം നടന്നത്. അതിനുശേഷം കഴിഞ്ഞ ഭരണസമിതി 5 കൊല്ലം അവിടെ ഭരിച്ചു. കഴിഞ്ഞ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, അന്ന് ആ കൗൺസിലിൽ ഞാൻ അംഗമാണ്. അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ ആ കൗൺസിലിൽ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ആ 5 കൊല്ലവും അതിനൊരു പരിഹാരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥയാണ്. ഇപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ള ഉറവുകൾ, അവരുടെ ആ കക്കൂസ് ടാങ്കിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകി വരികയാണ്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് നമ്മൾ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഒരു ടാങ്ക് ആ പ്രായോഗികമായ ടാങ്ക് 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് അത് തുടക്കം കുറിച്ചു. പക്ഷെ ആ കരാറുകാരൻ വഴിയിലിട്ടുങ്ങാണ്ട് പോയ ഒരു സാഹചര്യമാണ്. അത് കാരണം ഫണ്ട് കൊടുക്കാത്ത വിഷയമാണ്. വർക്ക് ചെയ്തതിന് ഫണ്ട് കൊടുത്താലുള്ളല്ലോ പണി പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ ഭരണസമിതി വന്ന് അവരെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അത് അവരടുത്ത് തന്നെ പണി തുടങ്ങാം എന്ന് നഗരസഭ ഭരണസമിതി ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് അവർ യോഗ തീരുമാനം എന്നുള്ള എനിക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സമീപ ഭാവിയിൽ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കി ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് എൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഇപ്പോൾ ഈ അവിടെയുള്ള റോഡ് എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടി നടന്നു പോകാൻ പറ്റില്ല. അതും മലിനജലം ഒഴുകുന്ന റോഡ്. അതിൽ കൂടി സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്, ആ വഴി കൂടി വലിയ 120 രൂപയ്ക്ക് ഓട്ടോറിക്ഷ കൊടുത്തിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം എന്തെങ്കിലും ഒന്ന് പരിഹാരം കാണാനുള്ള. അതെ, ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു വരാണ്. ആ റോഡുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കൗൺസിൽ കഴിഞ്ഞ കാലത്ത് അവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, ആ വാർഡിലെ കൗൺസിലർ ഇടതുപക്ഷമാണ്. എന്നിട്ടും അവർക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. വാർഡ് കൗൺസിലർ ആ വാർഡിലെ CPMന്റെ കൗൺസിലർ, നഗരസഭ ഭരിക്കുന്നത് CPM, എന്നിട്ടും അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഭരണസമിതി വന്നിട്ട് അതിനൊക്കെ ഇടപെട്ടുകൊണ്ട് സ്റ്റെപ്പായിട്ട് അതിന് പരിഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും. ഒരു കൊല്ലം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ഉള്ളിലെ ആ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ആ റോഡുമായി ബന്ധപ്പെട്ട വിഷയം, ആ റോഡ് ഈ ഭരണസമിതി വന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിപ്പോൾ ടെൻഡർ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോഡിൻ്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും ഇപ്പോൾ ഈ മഴക്കാലം കഴിയാതെ പോകുമ്പോൾ വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ അവിടെ ഉറവ് പിടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ ഉറവ് പിടിക്കുന്ന സ്ഥലത്ത് എന്തായാലും ഇപ്പോൾ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരു മാസം കഴിയുമ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതൊരു എന്തായാലും ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി മഴ പോകുന്ന ആ ഒരു സമയത്ത് ഏകദേശം ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോൾ ആ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ്
എൻ്റെ അറിവ്, ഞാനത് ഫയലുമായി ബന്ധപ്പെട്ട് നോക്കി മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അടുത്ത് തന്നെ അതിൻ്റെ മഴ ഒഴിച്ചോട് കൂടി തന്നെ അതിൻ്റെ ആ റോഡിൻ്റെ വർക്ക് പൂർത്തിയാക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട്. അതുമാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങൾ, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഭരണസമിതിയുടെ ശ്രദ്ധയിലുണ്ട്. അത് ഇടയ്ക്ക് തന്നെ ഞങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും അത് ഈ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്താറുണ്ട്. അതിന് പരിഹാരം സമയബന്ധിതമായിട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നഗരസഭയുടെ ഒരു സാമ്പത്തിക സാഹചര്യം വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ ഭരണസമിതി സലീമിന്റെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സലീമിന്റെ കാലഘട്ടത്തിലാണ് തുടക്കം കൂടി. ആ സലീം ഉണ്ടാക്കി വെച്ച കടബാധ്യതയാണ് ഇന്ന് 6 കൊല്ലം കഴിഞ്ഞിട്ടും അവിടെ സലീമിന്റെ സമയത്ത് ഉണ്ടാക്കിയ വർക്ക് കരാറുകാരോട് ചെന്ന് ചോദിച്ചാൽ അറിയാം. അവർക്ക് 6 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ബില്ല് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സാമ്പത്തികമായ ഒരു കടബാധ്യത പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് വരുത്തി വെച്ചത് ഈ CPM-ന്റെ ഭരണസമിതികളാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ തുടർന്നുള്ള ഈ ഭരണസമിതിയുടെ തലയിൽ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സാമ്പത്തിക ബാധ്യതയിൽ നിന്നുകൊണ്ട് വേണം ഈ നഗരസഭയുടെ പിന്നെ ഭാവി ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ. ഏതായാലും ഈ ഭരണസമിതിക്ക് 5 കൊല്ലമാണ് കാലാവധി ഉള്ളത്. ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവർ 30 കൊല്ലം ചെയ്യാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് അവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ആളുകളോട് പറയാനുള്ളത്, അവർക്കറിയാം, അവർ ആ CPM-ന്റെ വാർഡ് കൗൺസിലർ CPM ആയിരുന്നു, ഭരണം CPM-ന്റെ. എന്നിട്ട് അവിടെ നിരന്തരം ഇടപെട്ട് അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, പിന്നെ ഞാനൊരു തൊട്ട വാർഡിലെ കൗൺസിലർ എന്നുള്ള എനിക്ക് ഇടപെട്ട് ചെയ്തു കൊടുക്കാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് സാധാരണക്കാരായ ആളുകൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന, അല്ലെങ്കിൽ ബാങ്കിനെ കൊണ്ട് കഴിയുന്ന, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളവിടെ നടത്തി കൊടുക്കുന്നുണ്ട്. ഓരോ വർഷവും അവിടെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാനം വിദ്യാർത്ഥികൾക്ക് അവിടെ പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട്. എനിക്ക് ആ ഫ്ലാറ്റിലുള്ള പിന്നെ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 300ഓളം കുടുംബങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അവിടെ എന്ത് നിലപാടെടുത്തത് എന്നുള്ളത് കൂടി അവർ സ്വയം മനസാക്ഷിയോടൊന്ന് ചോദിക്കണം. ഒന്നും ചെയ്യാത്ത CPM-ന്റെ വാർഡ് കൗൺസിലർ, ഒന്നും ചെയ്യാത്ത CPM-ന്റെ ഭരണസമിതി, ആ ഭരണസമിതിയും CPM-ന്റെ കൗൺസിലറും ഒന്നും ചെയ്യാത്തത് കൃത്യമായിട്ട് പഠിച്ച ആളുകൾ അതേ CPM-ന്റെ കൗൺസിലർ തന്നെയാണ് അവിടെ ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് വികസനമൊന്നും അവർക്ക് വിഷയം ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി ഞങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അതിൽ രാഷ്ട്രീയം കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ വിഷയമാണ്, ജനകീയ വിഷയം. അത് ആ ജനങ്ങളുടെ പിന്നെ ഫ്ലാറ്റിലെ സമുച്ചയത്തിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും. ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവിടുത്തെ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് നടത്തുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് പച്ചേരി ഫാറൂഖാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിച്ചത്. അദ്ദേഹം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ വാർഡ് കൗൺസിലർ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ വാർഡ് കൗൺസിലർ കഴിഞ്ഞ തവണ LDF ഭരണസമിതി ആയിരുന്നു. അപ്പൊ അതുപോലെ ആവില്ല ഇപ്പോഴത്തെ ഭരണസമിതി ആ ഫ്ലാറ്റിലെ എല്ലാ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്ന കാര്യത്തിൽ മുൻഗണന നൽകും ഈ 5 വർഷത്തിനുള്ളിൽ എന്നൊരു ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമില്ലാതെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് അവിടെയുള്ള താമസക്കാർക്ക്. ജബാർ വേണാട്ട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.